മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ലെന്ന ഭീഷണിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി.ജെ.പിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. ബി.ജെ.പിയിലെ വിഭാഗീയത സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സുരേന്ദ്രൻ്റെ ഈ പ്രതികരണം. സുജു ടി ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സുജു, അദ്ദേഹം മൂന്നാം ദിവസവും കഴിഞ്ഞ ദിവസവും ഒക്കെ ഈ തരത്തിൽ തന്നെയാണ് വല്ലാതെ പ്രകോപിതനാകുന്നുണ്ടായിരുന്നു. ബി.ജെ.പിയിലെ പാലക്കാട്ടെ കൂട്ടത്തല്ലും നേതാക്കൾക്കിടയിലെ കലഹമൊക്കെ ചോദിക്കുമ്പോൾ ഇന്നും കുറച്ചുകൂടി കടുപ്പിച്ച് ഭീഷണിയുടെ സ്വരമായിരുന്നോ? ഇന്നും ഇന്നലെ പരിഹാസമായിരുന്നു, ഇന്ന് ഭീഷണിയാണല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഭീഷണിയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ ചവറ് വാർത്ത എന്നാണ് പറഞ്ഞത്. ഇന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ലെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ബി.ജെ.പിയിലെ പാലക്കാടിലെ വിഭാഗീയമായി ബന്ധപ്പെട്ട്, അതായത് പാലക്കാട് കൗൺസിലർമാർ വിമർശനം ഉന്നയിക്കുന്നു. ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ സുരേന്ദ്രനെ സംബന്ധിച്ചോളം ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: മാധ്യമപ്രവർത്തകരെ വെറുതെ വിടുകയില്ല, കള്ളവാർത്തയാണ് ചമയ്ക്കുന്നത്. അതുപോലെ തന്നെ ഏത് കൊമ്പത്ത് ഇരിക്കുന്നവരായാലും അവരെ വെറുതെ വിടുന്ന മറുപടിയാണ്. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചോദിക്കാൻ സുരേന്ദ്രൻ സമ്മതിക്കുന്നുമില്ല, മാത്രമല്ല പ്രതികരണവുമില്ല. ഒറ്റ ചിത്രം മാത്രം: ബി.ജെ.പിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഏത് വിഷയം ചോദിച്ചാലും സുരേന്ദ്രന്റെ ഇന്നത്തെ പ്രതികരണം എന്ന് പറയുന്നത്, അതായത് മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ല, അത് ഏത് കൊമ്പത്തെ മാധ്യമപ്രവർത്തകർ എന്ന ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതായത് വെറുതെ വിടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നതാണ് അവിടെയാണ് അത്തരം പ്രതികരണത്തിലേക്ക് വരുന്നില്ല. എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ല എന്ന് ആവർത്തിക്കുകയാണ് സുരേന്ദ്രൻ ഇന്ന് നടത്തിയിരിക്കുന്നത്. ബി.ജെ.പിയിലെ വിഭാഗീയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനും സുരേന്ദ്രന് മറുപടിയില്ല. എന്നാൽ മറ്റ് സംസ്ഥാനത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ഏത് ചോദ്യം ചോദിച്ചാലും സുരേന്ദ്രൻ അതിനകത്ത് ഉത്തരമുണ്ടാകും. ആ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും കേൾക്കാത്ത തരത്തിലുള്ള മറുപടിയാണ്. എന്നാൽ സ്വന്തം പാർട്ടിയുടെ വിഭാഗീയതയും സ്വന്തം പാർട്ടിയുടെ വിഷയങ്ങളും സംബന്ധിച്ച് മറുപടി സുരേന്ദ്രനില്ല. പകരം ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയ കേരളത്തിലെ ഏത് ജില്ലയിലെ മാധ്യമപ്രവർത്തകരെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും വെറുതെ വിടില്ലെന്ന ഭീഷണിയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശരത്ത്, അല്ല, ഇന്ന് സുരേന്ദ്രൻ ഇത്ര ദേഷ്യം തോന്നാൻ പാകത്തിന് എന്ത് ചോദ്യമാണ് അപ്പോൾ ചോദിച്ചത്? ആളുകൾ ഇത്രയും പറയുമ്പോൾ അതും അറിയാൻ ആഗ്രഹിക്കുമല്ലോ. എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? സുരേന്ദ്രനോട് ചോദിച്ച, അതായത് മലയാളപ്പുഴ എത്തിയപ്പോൾ സുരേന്ദ്രനോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. പാലക്കാട് മലയാളപ്പുഴ എത്തിയാണോ അതോ ADMന്റെ വീട്ടു സന്ദർശന സമയത്താണോ സുരേന്ദ്രൻ? അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു. അതായത് പാലക്കാടിലെ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത, അതായത് കൗൺസിലർമാർ ഉൾപ്പെടെ മറ്റു പാർട്ടിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരണം ചോദിക്കുമ്പോഴാണ് സുരേന്ദ്രൻ പറയുന്നത്, കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ വെറുതെ വിടുകയില്ല, തങ്ങളുടെ പ്രസ്ഥാനത്തിന് വ്യാജ വാർത്ത നൽകിയവരെ. വീണ്ടും ചോദ്യം ആവർത്തിക്കുമ്പോഴാണ് സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിലെ ഇതിൽ വ്യാജമൊന്നുമില്ലല്ലോ. ഇപ്പോൾ പാലക്കാട്ടെ നഗരസഭാ അധ്യക്ഷ തന്നെയാണ്, പ്രമീള ശശിധരൻ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ നടപടികളോട് വിയോജിച്ച് പരസ്യമായി സംസാരിച്ചത്. അതുപോലെ തന്നെ മറ്റുള്ളവർ, അവിടെ N. ശിവരാജൻ ആ നിലയിൽ സംസാരിച്ചു, അതിന് മറുപടി കൃഷ്ണകുമാർ പറഞ്ഞു. ആ സമയത്ത് സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി നടപടിക്രമങ്ങൾ പലതും വിശദീകരിക്കാൻ നിർബന്ധിതനായി. അപ്പോൾ തന്നെ അതിൽ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് വന്നു. രണ്ടുപേരുടെ താല്പര്യമില്ലായ്മ വിശദീകരിച്ച സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന് മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് പ്രയോറിറ്റി കൊടുക്കും വിധം ഒരു നടപടി സ്വീകരിച്ചത്? അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലായ്മ എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു? ഗത്യന്തരമില്ലാതെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു അവസ്ഥ ബി.ജെ.പിക്ക് പാലക്കാട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ അവരിൽ നിന്ന് തന്നെ വന്നതാണ്. ഇപ്പോൾ അത് നിരന്തരമായി വാർത്തയും ചോദ്യമായി വരുന്നിടത്തായിരിക്കണം സ്വാഭാവികമായും സുരേന്ദ്രൻ അസ്വസ്ഥനാകുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞതുകൂടി ഒന്ന് കാണാം. സുജു ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് വെച്ച് എന്താണ് സുരേന്ദ്രൻ മലയാളപ്പുഴയിൽ വെച്ച് ചോദ്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നൊന്ന് കാണാം. മറ്റൊരു കാര്യം, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് ഒരു വിഭാഗം ബി.ജെ.പിയുടെ കൗൺസിലർമാർ ഒരു വിഭാഗം പാർട്ടി വിടുന്നു, സന്ദീപ് വാര്യർ അടക്കമുള്ള കോൺഗ്രസിന്റെ ആളുകൾ അവരെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ പല ജില്ലകളിലും ഞാൻ പറഞ്ഞല്ലോ, കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും.
അല്ല, ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയ കൗൺസിലർമാരുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും.